മക്കളെ മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് താരയിൽ ഈശോയെന്നുള്ളി വരുമ്പോൾ സ്നേഹത്തോടും വിശ്വാസത്തോടും കർത്താവിനെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് കാരുണ്യവാനായ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവാണ്. ആ കർത്താവിനെ നമുക്കിപ്പോൾ സ്വീകരിക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധനയുടെ ഗാനമാലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, 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 ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. ഹൃദയത്തിൽ തമ്പുരാനോടുള്ള സ്നേഹം ഉണ്ടാകട്ടെ. കാരണം ഈശോയുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന സമയമാണത്. ആ സ്നേഹത്തിലാണ് അവൻ നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയെ, നിന്നെ സ്നേഹിക്കാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നോടുള്ള സ്നേഹബന്ധത്തിൽ വളരാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിന്നിൽ അലിഞ്ഞു ചേരാൻ തക്ക വിധത്തിൽ കർത്താവേ, നീ എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്കും കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളെല്ലാം ഇപ്പോൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. ഇത് ആരാധനയുടെ നിമിഷമല്ലേ? ഇത് ജീവിക്കുന്ന കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന സമയമാണല്ലോ. ആരാധിക്കുന്ന നിമിഷങ്ങളിലാണ്, ഹൃദയം കൊണ്ടും അധരം കൊണ്ടൊക്കെ തമ്പുരാനെ ആരാധിക്കുന്ന ജീവിതത്തിൻ്റെ വേളകളിലാണ് ദൈവാത്മാവ് നമുക്കായി പ്രവർത്തിക്കുക. ദൈവസ്നേഹത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും ചലനങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അതുകൊണ്ട് ഈ ആരാധന നിമിഷങ്ങളിൽ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. യേശുവിൻ്റെ സാന്നിധ്യം, സ്നേഹമൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റണം. ആ വലിയ ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്നോളുക. നിങ്ങളുടെ ശാരീരിക അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഇരുന്നാണ് പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. കരങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളെ സങ്കടങ്ങളെല്ലാം ഇപ്പോൾ ഇറക്കി വയ്ക്കുക. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുന്നിടത്തോളം കാലം ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും ഇല്ല, ഒരു ഉത്തരവും ഇല്ല. എന്നാൽ നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ നൊമ്പരങ്ങളും നിന്റെ കണ്ണുനീരിൻ്റെ വിഷയങ്ങളെല്ലാം യേശുവിലേക്ക് ഇറക്കി വയ്ക്ക്. ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് കൂടെയില്ലേ? നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണ്. ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണ്. മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 32 മുതലുള്ള വചനങ്ങൾ ഈശോ ഗത്സമനിൽ പ്രാർത്ഥിക്കുക. അവർ ഗത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. എന്നിട്ട് കർത്താവ് ഗത്സമനിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഗത്സമൻ തോട്ടമാണ്, ഇതൊരു തോട്ടമാണ്. ഗത്സമൻ തോട്ടത്തിൻ്റെ നടുവിൽ ഈശോ പ്രാർത്ഥിക്കുക. ഒരു തെല്ല് മാറി അപ്പസ്തോലന്മാര് ഒരു കല്ലേറ് ദൂരം മാറിയിരിക്കുക. ഈശോ അവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുക. അവിടെ എന്താ ചെയ്തത്? ഈശോ പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. എന്ന് പറഞ്ഞാൽ തൻ്റെ ചങ്കുലയ്ക്കുന്ന, ഹൃദയത്തെ വല്ലാതെ പീഡിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ആ വേദനകൾ, വിഷമങ്ങളെല്ലാം ഈശോ ഇതാ പങ്കുവയ്ക്കുക. ആരോട് പറയുക? പങ്കുവയ്ക്കുക. മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും ഒരു ഗത്സമനി വേണം. ഈ ലോകത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നൊക്കെ ഒരു കല്ലേറ് ദൂരം മാറി നിൽക്കാൻ പറ്റുന്ന ഒരു ജീവിതത്തിൻ്റെ വേള, ഒരിടം, അത് നമുക്കും വേണം. ഈശോ ചെയ്ത അപ്പസ്തോലന്മാരെ ഒരു കല്ലേറ് ദൂരം അകലത്തിലായിരിക്കാൻ അനുവദിച്ചിട്ട് യേശു പ്രാർത്ഥിക്കാൻ പോയി. അപ്പനോട് തൻ്റെ വേദനകൾ പങ്കുവയ്ക്കാൻ, സ്വർഗീയ പിതാവിനോട് തൻ്റെ സങ്കടങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ വേദനകളും എല്ലാം പങ്കുവെക്കാനായിട്ട് ഈശോ പോയി. ഈശോ അവിടെ അസ്വസ്ഥനാകാൻ തുടങ്ങി. കാണുന്ന വരും ദിവസത്തെ പീഡാസഹനം, കുരിശുമരണം അത് ഈശോ കാണുകയാണ്, വിഷ്വലൈസ് ചെയ്യുക. വല്ലാതെ പര്യാകുലനാകാൻ തുടങ്ങി, വല്ലാതെ വേദനിക്കാൻ തുടങ്ങി, ചങ്ക് പിടയാൻ തുടങ്ങി, ഹൃദയം വല്ലാതെ വിങ്ങാൻ തുടങ്ങി, സങ്കടപ്പെടാൻ തുടങ്ങി, അസ്വസ്ഥനാകാൻ തുടങ്ങി. നമ്മൾ പറയലേ, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയാണ്, അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറിയെന്ന്. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചങ്ക് പൊട്ടിയല്ലേ കർത്താവ് പ്രാർത്ഥിച്ചത്. നമ്മുടെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറണമെങ്കിൽ എത്രമാത്രം ചങ്ക് വേദനിക്കും, എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ഭാരവും വേദനയും നൊമ്പരമൊക്കെ ഉണ്ടെങ്കിലാ നമ്മുടെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറുന്നേ. അതുപോലെ ഈശോ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് പറയാനുള്ളത്, ഈശോയ്ക്ക് പങ്കുവെക്കാനുള്ളതുമായ സകല സ്വകാര്യ വേദനകളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഈശോ പങ്കുവെക്കുക. അത് പുറത്തോട്ട് ഒഴുകുകയാണ്. പിതാവിന്റെ സന്നിധിയിലേക്ക് ഈശോ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. അവരോട് പറഞ്ഞൊരു കാര്യമാണ്, അപ്പസ്തോലന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. ഈശോ പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. അതായത് മരണം മുന്നിൽ കാണുന്ന ഒരാത്മാവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. മരണം മുന്നിൽ കാണുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. വല്ലാതെ ദുഃഖിക്കാൻ തുടങ്ങി ഈശോ, വല്ലാതെ പര്യാകുലനാകാൻ തുടങ്ങി, വല്ലാതെ അസ്വസ്ഥനാകാൻ തുടങ്ങി. കാരണം ഈശോ പറഞ്ഞത്, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്ന്. മോനെ, മരണത്തോളം എത്തി നിൽക്കുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ടാകാം.
മരണതുല്യമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പേറുന്നവൻ. വല്ലാത്ത ഭാരം മനസ്സിലുണ്ടല്ലേ, വല്ലാത്ത സങ്കടം മനസ്സിലുണ്ടല്ലേ, വല്ലാത്ത ദുഃഖം മനസ്സിലിങ്ങനെ തളം കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. മരണതുല്യമായ ചില രോഗപീഠകള്, മരണതുല്യമായ ചില ജീവിതത്തിന്റെ അവസ്ഥകള്, രക്ഷേ നിന്നെ മരണത്തിലേക്ക് പോലും തള്ളിയിടാൻ കഴിയുന്ന ചില ജീവിതത്തിന്റെ തകർച്ചകള്, കഷ്ടപ്പാടുകള്, ദാരിദ്ര്യം, പട്ടിണി, ബാധ്യതകള് ഒക്കെ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടാകാം. വല്ലാതെ മാനസിക സംഘർഷങ്ങളിലേക്കും പിരിമുറുക്കങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ദുഃഖങ്ങളിലേക്കൊക്കെ നിന്നെ തള്ളിയിടുന്നുണ്ടാകാം. നിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ഭിന്നിച്ചും കലഹിച്ചും സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഡൈവോഴ്സിന്റെ വരെ വക്കിലെത്തി നിൽക്കുന്ന നിന്റെ ദാമ്പത്യ ജീവിതം, ദുശീലങ്ങൾക്കും പാപക്കൂട്ടുകെട്ടുകൾക്കും പാപകരമായ ബന്ധങ്ങളിലേക്കൊക്കെ കടന്നുപോയ നിന്റെ മകൻ, നിന്റെ മകൾ അതോർത്ത് വല്ലാതെ ഭാരപ്പെടുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാകാം നിന്റേത്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിലാകാം നിന്റെ ജീവിതം. കടക്കാർ വീട്ടിൽ വരാൻ തുടങ്ങി, ലോൺ എടുത്തത് അടച്ചു വീട്ടാൻ പറ്റണില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും ബാധ്യതയുടെ വലിയ ലിസ്റ്റാണ് നിന്റെ കൺമുമ്പിൽ. നിന്റെ ഹൃദയം, നിന്റെ മനസ്സൊക്കെ വല്ലാതെ വിങ്ങുന്നുണ്ട്. മോനെ, ഈ അനുഭവത്തിന്റെ നടുവിൽ തന്നെയാ ഈശോയും കടന്നു പോകുന്നത്. നീ ഇപ്പൊ കടന്നു പോകുന്ന അനുഭവം ഉണ്ടല്ലോ, സമാനമായ അനുഭവത്തിന്റെ നടുവിലാണ് ഈശോ നിൽക്കുന്നത്. ഈശോ പറഞ്ഞെന്നറിയോ, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഉണർന്നിരിക്കുക, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. എനിക്ക് വേണ്ടി നിങ്ങൾ ഉണർന്നിരിക്കുക. അല്ലേ, നമ്മള് വല്ലാതെ അങ്ങോട്ട് ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ ദുഃഖം മാത്രമായിട്ട് അവശേഷിക്കുമ്പോൾ, നമ്മുടെ സങ്കടങ്ങളായി മാത്രമായി അവശേഷിക്കുമ്പോൾ എന്തൊരു ഭാരം നമുക്കുണ്ടാകും. ഈശോയ്ക്കറിയാം ഈശോ കടന്നു പോകുന്ന വേദനകള്, ഈശോ ചങ്കിൽ കൊണ്ടു നടക്കുന്ന നൊമ്പരങ്ങള്, വരും ദിവസങ്ങളുടെ കുരിശുമരണത്തിന്റെ ഭാരം. ഇത് അപ്പസ്തോലന്മാർക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. കൂടെ നടന്ന അപ്പസ്തോലന്മാർക്ക് ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉണർന്ന് നിന്ന് പ്രാർത്ഥിക്കുക, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. എൻ്റെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് വരാം, എൻ്റെ സ്വകാര്യ വേദനകൾ ഇറക്കി വെച്ചിട്ട് വരാം. ഇതാ ഈ ഗെത്സമൻ തോട്ടത്തിൽ യേശു ഒറ്റയ്ക്കായ ജീവിതത്തിന്റെ നിമിഷം. മക്കളെ, നമ്മുടെയും ഗെത്സമൻ തോട്ടത്തിന്റെ നടുവിൽ, തീവ്രവേദനയുടെ നടുവിൽ നമ്മളും എന്നും ഒറ്റയ്ക്കാണ്. നമ്മളെ മനസ്സിലാക്കാൻ ആരുണ്ടാകില്ല. അതുകൊണ്ടല്ലേ ഈശോ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ അപ്പസ്തോലന്മാര് കിടന്നുറങ്ങുകയാണ്. ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അപ്പസ്തോലന്മാര് മാറിക്കിടന്ന് ഉറങ്ങുകയാണ്. അവർക്ക് മനസ്സിലായില്ല. മോനെ, എൻ്റെയും നിങ്ങളുടെയും തീവ്ര ദുഃഖത്തിന്റെ നടുവിലുണ്ടല്ലോ ഞാനും നിങ്ങളും എന്നും ഒറ്റയ്ക്കാണ്. ഗെത്സമൻ തോട്ടത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ഇന്നും ഒറ്റയ്ക്കാണ്. ആരുണ്ടാകില്ല നമ്മളെ മനസ്സിലാക്കാൻ, ആരുണ്ടാകില്ല നമ്മുടെ കൂടെ നിൽക്കാൻ, ആരുണ്ടാകണമെന്നില്ല നമ്മോട് ചേർന്ന് നിൽക്കാൻ. ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞവര് കൂടെ ഉണ്ടാകണമെന്നില്ല. അവന്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞവരൊന്നും കൂടെ ഉണ്ടാകണമെന്നില്ല. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട്, നീ കടന്നു പോകുന്ന ചങ്കുലയ്ക്കുന്ന വേദനയുണ്ടല്ലോ, ഒരു നാൾ ഗെത്സമനിൽ ഈശോ കടന്നു പോയതാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന നീറുന്ന വേദനയുണ്ടല്ലോ, ഹൃദയം പിടയുന്ന വേദനയുണ്ടല്ലോ, അത് ഒരിക്കൽ ഈശോ കടന്നു പോയതാ. ഒറ്റപ്പെടലിന്റെ, തിരസ്കരണത്തിന്റെ, വല്ലാത്ത സങ്കടങ്ങളുടെ വേദന ഈശോയും ഒരിക്കൽ കടന്നു പോയതാ. ഗെത്സമനിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. അവനെ മനസ്സിലാക്കാൻ ആരും ഉണ്ടായില്ല. അവന്റെ വേദനകളൊന്നും പങ്കുവെക്കാൻ ആരുമില്ലായിരുന്നു. അതുപോലെ ഉള്ള അനുഭവത്തിന്റെ നടുവിലൂടെ ഈശോ കടന്നു പോവുകയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞ എന്നാന്നറിയാവോ, എടുക്കാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റുന്നില്ല, അതിനപ്പുറമായ ഭാരത്തിന്റെ നടുവില് ഈശോ പറഞ്ഞത്, അപ്പാ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഈ പാനപാത്രം സഹനത്തിന്റെ പാനപാത്രം. ഈശോ പറഞ്ഞു, ഈശോയെ അപ്പാ, ഈശോ പറഞ്ഞാണ്, അപ്പാ കഴിയുമെങ്കിൽ അവാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണല്ലോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരണമേ. എങ്കിൽ എൻ്റെ ഇത് ഇഷ്ടമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ എന്ന്.
കണ്ണുനീരോടെ വിങ്ങുന്ന ഹൃദയത്തോടെ എല്ലാം സാധ്യമാക്കി തരാൻ കഴിവുള്ള അപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അപ്പാ, ഈ പാനപാത്രം എനിക്ക് കുടിക്കാൻ പറ്റും തോന്നുന്നില്ല, ഈ കുരിശ് എനിക്ക് എടുക്കാൻ പറ്റും തോന്നുന്നില്ല, ഉണ്ട് ഈ സഹനം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോ പറഞ്ഞു, എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നടന്നാൽ മതി, എൻ്റെ ഹിതമല്ല നിന്റെ ഇഷ്ടം നടന്നാൽ മതി. ഈ വേദനയുടെ നടുവിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയും, ഈ സങ്കടത്തിന്റെ ഈ ദുഃഖത്തിന്റെ നടുവില്, തമ്പുരാനെ നീ എന്നെ മറന്നോ, നീ എന്നെ ഉപേക്ഷിച്ചോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെ ഞാൻ ഉള്ളുകൊണ്ടും ഹൃദയം കൊണ്ടൊക്കെ പിറുപിറുക്കും, പരാതി പറയും. എങ്കിലും ഈശോ പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല അപ്പാ, നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ പറ, നിങ്ങളുടെ വേദനകൾ കർത്താവിലേക്ക് ഉയർത്തിയിട്ട് പറ, നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയിട്ട് പറ, അപ്പാ പിതാവേ, നിനക്കെല്ലാം സാധ്യമാണെന്നറിയാം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ. ഈ പാനപാത്രം കർത്താവേ, പിതാവേ, എടുത്തു മാറ്റാമെങ്കിൽ എടുത്തു മാറ്റണമേ. പറ്റണില്ല അപ്പാ, പറ്റണില്ല, എടുക്കാൻ പറ്റണില്ല, വഹിക്കാൻ പറ്റണില്ല. നിങ്ങൾക്കും എടുക്കാനും വഹിക്കാനും പറ്റാത്ത ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളെ അപ്പന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചിട്ട് പറ, കഴിയുമെങ്കിൽ അപ്പാ, നിന്റെ ഇഷ്ടമാണെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ, എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കൂട്ടിച്ചേർക്കണം, എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പൂർത്തിയാകട്ടെ എന്ന്. പുറനഗരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ വേദനകളും ഇറക്കി വെച്ച് തമ്പുരാനെ ഏതാനും നിമിഷം ആ വേദനകളുടെ നടുവിൽ നിന്ന് സ്തുതിച്ച്, ആ സങ്കടങ്ങളുടെ നടുവിൽ നിന്ന് സ്തുതിച്ച്, ആ മുറിവേൽപ്പിക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് സ്തുതിച്ച്, ആ ഒറ്റപ്പെട്ട തിരസ്കരിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവത്തിൽ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനെ സ്തുതിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന, ഈശോയെ ആരാധന 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 ആരാധന, ഈശോയെ ആരാധന 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 ആരാധന, ഈശോയെ ആരാധന 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 ആരാധന. കരങ്ങൾ മാറോട് ചേർത്ത് ദുഃഖത്തിന്റെ താഴ്വരയിൽ കുഞ്ഞേ നീ ഏകനല്ല, ഈശോ പറയുന്ന കേട്ടേ. നിനക്കായി ഗെത്സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്, നിനക്കായി ഗെത്സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ, സരങ്ങൾ കൃപകളാക്കാൻ യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ. നിനക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, ഈശോയ്ക്ക് അറിയാം. ഈശോയുടെ കുഞ്ഞല്ലേ നീ, ഈശോ പറയുന്ന കേട്ടെ. മോളെ, മോനെ, എന്തെല്ലാം സങ്കടങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം വേദനകളുണ്ടെങ്കിലും അതെല്ലാം ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിനക്ക് വേണ്ടി നീ സഹിച്ച സകലതും നിനക്ക് മുമ്പേ അവൻ സഹിച്ചതാണ്, അതുകൊണ്ട് അവന് മനസ്സിലാക്കാൻ പറ്റും. നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ ആയിരുന്നവൻ, സഹിച്ചവൻ, വേദനിച്ചവൻ, ഒറ്റപ്പെട്ടവൻ, തിരസ്കരിക്കപ്പെട്ടവൻ, മാറ്റി നിർത്തപ്പെട്ടവൻ, നമ്മെ പോലെ എല്ലാറ്റിലും സമനായവൻ, പാപമൊഴികെ അവന് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. അവന് മാത്രമേ മോളെ, മോനെ, നിന്നെ മനസ്സിലാക്കാൻ പറ്റൂ. നീ കടന്നു പോകുന്ന ഈ ഒറ്റപ്പെടലുണ്ടല്ലോ, ഈ നിരാശാജനകമായ അനുഭവം ഉണ്ടല്ലോ, ഈ മുറിവേൽപ്പിക്കപ്പെടുന്ന ജീവിതത്തിന്റെ നൊമ്പരമുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റൂ, ഈശോയ്ക്ക് പറ്റൂ. വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മ നിന്റെ മനസ്സിലുണ്ടോ? അതിന്റെ വല്ലാത്ത ഭാരം നിന്റെ ഹൃദയത്തിലുണ്ടോ? ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാമ്പത്യത്തിൽ നിന്നോട് അവിശ്വസ്തത കാണിച്ച ജീവിത പങ്കാളിയുടെ ഓർമ്മകൾ നിന്റെ മനസ്സിലില്ലേ? സ്നേഹിച്ച് വഞ്ചിച്ചതിന്റെ ഓർമ്മകൾ നിന്റെ ഉള്ളിലില്ലേ? ചേർത്ത് പിടിച്ചിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതിന്റെ വല്ലാത്ത സങ്കടം നീറി നീറി നിന്റെ മനസ്സിൽ കിടപ്പില്ലേ? നിന്റെ ചില സൗഹൃദങ്ങള്, നിന്റെ ചില കൂട്ടുകെട്ടുകള്,
നിന്റെ കൂടപ്പറപ്പ് പോലും നിന്നെ തള്ളി മാറ്റിയതിന്റെ വല്ലാത്ത ഭാരം നിന്റെ ഉള്ളിലില്ലേ? ഇത് മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റും. കൂടെ നടന്നവൻ തള്ളിക്കളഞ്ഞതാ, കൂടെ നടന്നവൻ ചുംബിച്ചുകൊണ്ടാ ഒറ്റിക്കൊടുത്തത്. അപ്പൊ ഈ ഒറ്റിക്കൊടുക്കലിന്റെയും വഞ്ചിക്കപ്പെടുന്നതിന്റെയും തിരസ്കരിക്കപ്പെടുന്നതിന്റെ ഒക്കെ വേദനയുണ്ടല്ലോ, ഈശോയ്ക്ക് മനസ്സിലാകും. ഈശോയോട് പറ, ഈ വേദനകൾ നിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കാതെ അതൊക്കെ ഈശോയോട് പറ. ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും, ഈശോയ്ക്ക് നിന്നെ ഏറ്റെടുക്കാൻ പറ്റും, ഈശോയ്ക്ക് നിന്റെ വേദനകളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഈശോയെ, എൻ്റെ വേദനകൾ അറിയാൻ നീ മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ സങ്കടങ്ങൾ അറിയാൻ നീ മാത്രമല്ലേ ഉള്ളൂ. ഈ മണിക്കൂറിൽ, ഈ നിമിഷങ്ങളിൽ കർത്താവേ, ഈശോയെ, നിന്നെ പോലെ ഞാനും എൻ്റെ ചങ്കും പിടയുന്നുണ്ട്, എൻ്റെ ഹൃദയവും വല്ലാതെ വിങ്ങുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, ഞാൻ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരാൻ പറ, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരാൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. നിൻ ഹൃദയവാതിലിന്റെ ഓടാമ്പൽ നീക്കി മോദം. ആമേൻ. നിൻ ഹൃദയവാതിലിന്റെ ഓടാമ്പൽ നീക്കി മോദം. ജീവിതത്തിൽ നാഥനായി യേശുവിനെ സ്വീകരിക്കൂ. ജീവിതത്തിൽ നാഥനായി യേശുവിനെ സ്വീകരിക്കൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. മോളെ, മോനെ, സനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. സങ്കടങ്ങളേറ്റെടുക്കാൻ ക്രൂശിൻ്റെ മാറിൽ നിന്നും, സങ്കടങ്ങളേറ്റെടുക്കാൻ ക്രൂശിൻ്റെ മാറിൽ നിന്നും, ഉത്തിതനാമേശു എന്നും നിന്നരികെ കാത്തു നിൽപ്പൂ. ഉത്തിതനാമേശു എന്നും നിന്നരികെ കാത്തു നിൽപ്പൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കട്ടെ. നിന്റെ സങ്കടങ്ങളില്, നിന്റെ വേദനകളില് മോളെ നീ ഒറ്റയ്ക്കല്ല, മോനെ നീ ഒറ്റയ്ക്കല്ല. ഈശോ നിന്റെ കൂടെയുണ്ട്. ഈ ദിവസക്കാലം നീ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളുണ്ടല്ലോ, നിന്റെ ഗത്സമന അനുഭവങ്ങളുണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്തതും എടുക്കാൻ പറ്റാത്തതിനും അപ്പുറമായ ജീവിതത്തിന്റെ ഭാരങ്ങള്, ആത്മാവ് സന്നദ്ധമായിരിക്കുമ്പോൾ ശരീരം ബലഹീനമായി പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ അനുഭവങ്ങളിലൊക്കെ ഈശോ നിന്റെ കൂടെയുണ്ട്, ഈശോ നിന്റെ ചാരയുണ്ട്. എന്തെല്ലാം ആ മോളെ നിന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു, വല്ലാതെ ഭാരപ്പെടുത്തുന്നു, ഈശോയോട് പറ. നിന്റെ ഹൃദയം കർത്താവിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുക. നിന്റെ ഹൃദയം തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ കർത്താവ് തന്ന സമയമാണ്. നിന്റെ ജീവിതം തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ തമ്പുരാൻ തന്ന സമയമാണ്. പലരുടെയും പുറകെ പോയതല്ലേ, എന്നെ ഒന്ന് കേൾക്ക്, എന്നെ ഒന്ന് കേൾക്ക്, എന്നെ കേൾക്കാൻ സമയമില്ലല്ലോ, എന്നെ കേൾക്കാൻ മാത്രം സമയമില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ മാത്രം സമയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരുടെയും പുറകെ പോയിട്ടില്ലേ? നിന്നെ കേൾക്കാൻ നിന്റെ കർത്താവ് ഉണ്ടെന്നേ, നിന്റെ മനസ്സിലാക്കാൻ നിന്റെ ദൈവം ഉണ്ടെന്നേ, നിന്റെ മനസ്സിലാക്കാൻ നിന്റെ ഈശോ നിന്റെ ചാരയുണ്ടല്ലോ. നിനക്കെന്താ ഈ സങ്കടങ്ങൾ അവനോട് പറഞ്ഞാല്? എന്തേ നീ നിന്റെ സങ്കടങ്ങൾ മനുഷ്യൻ കേൾക്കണമെന്ന് ശഠിക്കുന്നത്? നിന്റെ സ്വകാര്യ ദുഃഖങ്ങള് മനുഷ്യരോട് പങ്കുവെക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? ഈശോയോട് പറഞ്ഞാൽ പോരെ? മനുഷ്യർ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഈശോയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ? ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറം നിന്റെ കർത്താവിന് നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പോ
ലോകത്തോട് പറയുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും നിന്റെ ദൈവത്തോട് പങ്കുവയ്ക്കുന്നതല്ലേ? ഉണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വേദനകള് സങ്കടങ്ങളൊക്കെ ഈശോട് പറ. ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറ മക്കളെ. തമ്പുരാൻ നിന്നെ കേൾക്കുന്ന സമയം, ഈശോ നിന്നെ കാണുന്ന സമയം, ഈശോ നിന്റെ മുറിവുകള് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഈശോ നിന്നെ മാറോട് ഒരു സുഹൃത്തിനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ ചേർത്ത് വെക്കുന്ന സമയം. ഈശോ നിന്നെ ചേർത്ത് പിടിക്കുന്ന സമയം. ഈശോയോട് പറ. ഈശോ ആരാധന, ആരാധന, ആരാധന. ഹൃദയം തകർന്നൊരു നാൾ ഈശോയേ, യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നിന്റെ മിഴികളിൽ നിന്നും കർത്താവിത കണ്ണുനീര് തുടച്ചു മാറ്റുന്ന സമയമാണ്. ഈശോ നിന്നെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. നിന്റെ ഹൃദയത്തിന്റെ വേദനകളും നിന്റെ കണ്ണുനീരും കർത്താവിത ഒപ്പിയെടുക്കുന്ന സമയം. തമ്പുരാനെ, എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ ഭാവിയുടെ ഒക്കെ സങ്കടങ്ങളുണ്ട്. അതിലേക്കെല്ലാം ഇതാ കർത്താവിൻ്റെ ആശീർവാദം കടന്നു വരുന്ന സമയമാണ്. ഇത് സുഖപ്പെടുത്തുന്ന ആശീർവാദമാണ്. നിന്റെ വേദനകൾക്ക് സൗഖ്യം തരുന്ന ആശീർവാദമാണ്. നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുന്ന ആശീർവാദമാണ്. വിശ്വാസത്തോടെ തമ്പുരാനെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,